ശബരിമല വിമാനത്താവളം തൃശങ്കുവിൽ ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിന്റെ ഭൂമിയാണ് എന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള അവകാശവാദം. ഈ അവകാശവാദം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. ബിലീവേഴ്സ് ചർച്ചിന് അനുകൂലമായ വിധി. കോടതിയിൽ സർക്കാർ തോറ്റുപോയിരിക്കുന്നു. ചെറിയ സംഭവമല്ല. 2200 ഏക്കർ പൊതുമുതലിനെ സംബന്ധിക്കുന്ന കേസിലാണ് സർക്കാർ ഇപ്പോൾ തല കുമ്പിട്ട് തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നത്. കേസ് നടത്തി ബിലീവേഴ്സ് കോർപ്പറേറ്റിന് മുന്നിൽ പിണറായി സർക്കാർ തോറ്റുകൊടുത്തു എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം. 2200 ഏക്കറിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഗൗരവത്തോടെ സമീപിച്ചില്ല എന്ന് മാത്രമല്ല, പള്ളിക്കാർക്ക് വേണ്ടി പല ഒത്തുതീർപ്പുകളും നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണവും വരികയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റ് ഭൂമിയാണ് ഹാരിസൺ എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിന് വിൽക്കുന്നത്. ആ വിൽപ്പന തന്നെ നിയമവിരുദ്ധമാണ്. സർക്കാരിന്റെ ഭൂമിയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞതിനാൽ സർക്കാരിൽ വന്നു ചേരേണ്ടിയിരുന്ന ഭൂസ്വത്ത് 2200 ഏക്കർ ആണ് എന്നതാണ് ഈ കേസിന് ആധാരം. ഇവിടെയാണ് ശബരിമല വിമാനത്താവളം വരുന്നത്. ഫലത്തിൽ ഇനി ഈ ഭൂമി ഏറ്റെടുത്താൽ ബിലീവേഴ്സ് ചർച്ചിന് പൊന്നും വില കൊടുത്തു വേണം സർക്കാർ ഈ ഭൂമി അക്വയർ ചെയ്യേണ്ടി വരിക. നാടകമാണ്, അതിനുള്ള ഒരു നാടകമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നത് എന്ന ആക്ഷേപവും ശക്തമാകുന്നു. സർക്കാരിന്റെ ഭൂമി നിലനിർത്താനോ തിരിച്ചു പിടിക്കാനോ സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, നിശബ്ദമായി തോറ്റുകൊടുത്തിരിക്കുകയാണ് സ്വന്തം എന്ന് സർക്കാർ അവകാശപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തിന്. ഇത് കോടതി ബിലീവേഴ്സ് ചർച്ചിന് നൽകിയതോടെ കനത്ത പ്രഹരമാണ് സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി സർക്കാർ ചെലവഴിച്ച തുകയും സമയവും പാഴായി എന്ന വിമർശനവും ശക്തമാണ്. പദ്ധതിയുടെ ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ടിനും മറ്റ് കൺസൾട്ടൻസി സേവനങ്ങൾക്കുമായി സർക്കാർ ചെലവഴിച്ചത് കോടികളാണ്. അമേരിക്കൻ കമ്പനിയായ ലൂയിസ് ബർഗർ ഉൾപ്പെടെയുള്ള കൺസൾട്ടന്റുകൾക്ക് വലിയ തുക പ്രതിഫലം നൽകിയിട്ടുണ്ട്. 2017 അവസാനമാണ് അമേരിക്കൻ കമ്പനിയായ ലൂയിസ് ബർഗറുമായി സർക്കാർ പ്രാഥമിക പഠനത്തിനായി കരാർ ഒപ്പിടുന്നത്. 4,67,00,000 രൂപയായിരുന്നു കരാർ തുക. സർക്കാരിന്റെ ഉടമസ്ഥാവകാശം കോടതി റദ്ദാക്കിയതോടെ സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ നിയമപരമായി നിലനിൽക്കാത്ത സാഹചര്യമാണുള്ളത്. സ്വന്തം ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് ഭൂമി തിരിച്ചുപിടിക്കാനായിരുന്നു ഇതുവരെ സർക്കാരിന്റെ നീക്കം. എന്നാൽ ഉടമസ്ഥാവകാശം ട്രസ്റ്റിനാണ് എന്ന് കോടതി വിധിച്ചതോടെ ഇനി പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ സൗജന്യമായി ലഭിക്കുമെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞ ഭൂമിക്ക് കോടിക്കണക്കിന് രൂപ വിപണി വിലയായി നൽകേണ്ടി വരും. നേരത്തെ നടത്തിയ പഠനങ്ങൾക്കും സർവേകൾക്കും പുറമെ പുതിയ സാഹചര്യത്തിൽ വീണ്ടും നടപടികൾ ആരംഭിക്കണം. ഭൂമി തർക്കം സിവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കെ വിധി വരുന്നതുവരെ കാത്തു നിൽക്കാതെ ധൃതി പിടിച്ച് വിജ്ഞാപനങ്ങളും പഠനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയത് ഭരണപരമായ പരാജയമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായ നിയമോപദേശം തേടാതെയും ഉടമസ്ഥാവകാശത്തിലെ സങ്കീർണതകൾ മനസ്സിലാക്കാതെയും നടത്തിയ ഈ എടുത്തുചാട്ടം നികുതിപ്പണം അനാവശ്യമായി പാഴാക്കുന്നതിന് മാത്രമേ സഹായിച്ചുള്ളൂ എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ അത് വീണ്ടും കാലതാമസത്തിനും അധിക ചിലവിനും ഇടയാക്കും. വിമാനത്താവളം യാഥാർത്ഥ്യമാകുമോ എന്നതിനേക്കാൾ പദ്ധതിക്കായി ചിലവഴിച്ച പൊതുപണം ആര് മറുപടി പറയും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോട്ടയം ചെറുവള്ളി എസ്റ്റേറ്റിൽ സർക്കാർ നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് പാലാ സബ് കോടതി. എസ്റ്റേറ്റിൽ സർക്കാരിന് അവകാശമില്ലെന്നും അത് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എന്നുമാണ് കോടതി വിധി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും ഗോസ്റ്റൽ ഫോർ ഏഷ്യയും തമ്മിലുള്ള കേസിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി എരുമേലി മണിമല വില്ലേജിലെ ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടെ 2570 ഏക്കർ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക വിജ്ഞാപനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിന് എതിർപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ ഏപ്രിൽ 25-ന് പ്രസിദ്ധീകരിച്ചതാണ് വിജ്ഞാപനം. വലിയ വിമാനത്താവളത്തിന് പോലും വെറും 1200 ഏക്കർ മതിയെന്നിരിക്കെ ഇവിടെ എന്തിനാണ് ഇത്രയധികം ഭൂമിയെന്നും കോടതി നിരീക്ഷിച്ചു. എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന്റേതല്ല എന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഉടമസ്ഥരുമായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായി ശബരിമല വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഈ വിധി സാരമായി ബാധിക്കും. പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അയന ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് വിപണി വില നൽകി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത് പദ്ധതിയുടെ ചിലവ് ഗണ്യമായി വർദ്ധിക്കാൻ ഇടയാക്കും. ഇതിനോടകം തന്നെ സർക്കാർ വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പാലാ കോടതിയുടെ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അപ്പീൽ നൽകിയാൽ വീണ്ടും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ നിയമ പോരാട്ടത്തിലേക്കായിരിക്കും അതെത്തുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.